ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ പൊന്മുടി. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലമാണോ എന്ന് തോന്നിപ്പോയി കേട്ടോ. ഇത്രയും ആൾക്കാർ ഇവിടെ വരുന്നുണ്ടോ, ടൂറിസ്റ്റുകൾ എവിടെ നിന്നെല്ലാം വരികയാണ്. ഇത്രയും നമ്മുടെ കേരളത്തിൻ്റെ മുക്കിലും മൂലയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇത്രയും ഒരു തിരക്ക് കണ്ടപ്പോൾ ഞങ്ങൾ ഇതുവരെ ഇത്രയും തിരക്ക് കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങൾ പോകുന്ന സമയത്തിന് വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ലാതെ ഒരു 4-5 സ്ഥലമുണ്ട് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെയൊക്കെ ഫുള്ള് റഷായിരുന്നു. പിന്നെ എവിടെയോ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയെന്ന് തന്നെ പറയാമേ. അത്രയ്ക്ക് ഞങ്ങളൊരു 4:30 മണിക്കൊക്കെയാണ് അവിടെ എത്തിയത്. അപ്പോൾ നല്ല ക്ലൈമറ്റ് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. വെയിലൊന്നുമില്ല, ഒരു ചെറിയൊരു മൂടൽ മഞ്ഞൊക്കെ ആയിട്ട് ഒരു നല്ല ചെറുതായിട്ടൊരു തണുത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ വന്നപ്പോൾ പിന്നെ അവർക്ക് ഭയങ്കര ഹാപ്പി. എവിടെ പോയാലും ഒരു റീൽ എടുക്കണമല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യുകയാണ്. പൊന്മുടി പോയിട്ട് റീൽ എടുത്തില്ല എന്ന് വേണ്ട, അപ്പോൾ അവിടെ പ്രാക്ടീസും കാര്യങ്ങളായിട്ട് മക്കൾ അവിടെ നിൽക്കുകയാണ്. ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ ചുറ്റുപാടും ആൾ കേട്ടോ. സാധാരണ പോകുമ്പോൾ ആളുകളൊന്നുമില്ല, ഒരുമാതിരി അല്ലാത്ത നമുക്കൊരു മടുപ്പ് തോന്നും കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ നിറച്ച ആളുകൾ. നമ്മൾ അങ്ങോട്ട് ആ ഹെയർ പിൻ വളവുകളൊക്കെ കയറി പോകുമ്പോൾ തന്നെ എതിരെ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. ഞങ്ങളുടെ ബാക്കിൽ നിന്നും അങ്ങോട്ട് പോകാനുള്ളവർ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടല്ലോ, അവിടെ നിർത്തുമ്പോൾ തന്നെ ഒരു 50ഓളം വണ്ടികൾ ഞങ്ങളുടെ ബാക്കിലോട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ അത് കാണുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. പക്ഷേ തിരക്കുള്ള ഒരു പ്രത്യേക രസമാണ്. പക്ഷേ വണ്ടി ഇടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നല്ലാതെ തിരക്കുള്ളപ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ്. ഒരുപാട് ആൾക്കാർ സ്കൂൾ വെക്കേഷനൊക്കെ അല്ലേ, അതായിരിക്കും മെയിൻ റീസൺ ഇത്രയും ആൾക്കാർ വരുന്നത്. പിന്നെ എന്തായാലും ഹോളിഡേ ആയിരുന്നില്ല, ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു. ഞങ്ങളൊരു കഴിഞ്ഞ സാറ്റർഡേ ആണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഹോളിഡേ ഒന്നുമല്ല, വർക്കിംഗ് ഡേ തന്നെയായിരുന്നു. ഹോളിഡേ ഒക്കെ ആകുമ്പോൾ ഒരുപാട് തിരക്കാവേ. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോൾ നല്ല മഴയായിരുന്നു. അപ്പം ഞങ്ങൾ കുടയൊക്കെ ആയിട്ടാണ് വന്നത്. ഏകദേശം ഒരു 4-5 കുടയൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. മഴ പെയ്യുകയാണെങ്കിൽ പൊന്മുടിയിൽ നമ്മൾ ആ മൊട്ടയിൽ നിൽക്കുമ്പോൾ, അപ്പർ സാനിറ്ററിയിൽ നിൽക്കുമ്പോൾ അവിടെ കയറി നിൽക്കാൻ പോലും വേറെ ഷെഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ബസ് വരുന്ന അവിടെ ഒരു ചെറിയൊരു ഷെഡുണ്ട്, എന്നല്ലാതെ വേറെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയെങ്കിലും കുറച്ച് ദൂരത്തോട്ടൊക്കെ മാറിയാലും എവിടെയെങ്കിലുമൊക്കെ കയറി നിൽക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും കുടയൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്തില്ല. നല്ല മഴക്കാറും ഒരു ക്ലൗഡി ആയിരുന്നു, എന്നാലും മഴ പെയ്തില്ല. പക്ഷെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ മഴ എന്തായാലും ഉറപ്പ് എന്നുള്ള വിചാരിച്ചാണ് പോയത്. കാരണം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഉച്ചയ്ക്ക് ശേഷം ഫുള്ള് മഴയാണ്. അപ്പോൾ മഴ പെയ്താൽ പെട്ടുപോലോ എന്ന് കരുതി കുടകളൊക്കെ കൈ പിടിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം അവിടെ നിന്ന ശേഷം ഞങ്ങൾ താഴേക്ക് ഇറങ്ങി കേട്ടോ. താഴെ ഈ അടുത്ത ദിവസം ഈ ഏപ്രിൽ 14-നോ 10-നോ ആണ് ഈ ഒരു ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 16 റൂംസും ഒക്കെ ഉണ്ട്. നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്താൽ മതി. നല്ല സൂപ്പർ വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്നിട്ട് നോക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. നല്ല കാറ്റും ഒക്കെ ആകുമ്പോൾ നമുക്കിവിടെ താമസിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഞങ്ങൾ അവിടെ ആ ഒരു ഗസ്റ്റ് ഹൗസിൽ കയറി കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 16 റൂംസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു 8-10 സ്യൂട്ട്സ് ഉണ്ട്. അത് VIP ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് എന്തായാലും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഓൺലൈൻ കയറി ബുക്ക് ചെയ്താൽ മതി. ഓരോ മാസത്തതും ഇപ്പം മെയിലുള്ളത് ഇപ്പം ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് സെക്രട്ടേറിയറ്റിൽ അതിൻ്റെ ലിസ്റ്റ് വരുമെന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ ആരൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, അപ്പോൾ പോകുന്നവരുടെ ഒരു ലിസ്റ്റും ഒക്കെ വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അതവിടെ നേരെ കുറച്ചൊന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ആ ഒരു ഹോട്ടലിൽ നിന്ന് ആ ഒരു ഗസ്റ്റ് ഹൗസിന് ഇങ്ങനെ വരുന്ന ആ ഒരു വഴിയാണ്. നമ്മൾ ആ പൊന്മുടിക്ക് പോകുന്ന ആ 22 ഹെയർ പിൻ വളവുകളുണ്ട്. ആ വളവ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഗസ്റ്റ് ഹൗസിലോട്ടുള്ള വഴിയാണ്. 22 ഹെയർ പിൻ വളവിൻ്റെ ആ ഒരു സിമ്പലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഓരോ വളവിലും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ലാസ്റ്റ് വളവാണ്. ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു വളവാണ്. ഫസ്റ്റ് 22/22 വന്നിട്ടുണ്ട്. ഇതുപോലെ ഓരോ വളവിലും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാ ബോർഡൊന്നും ഇല്ല, അവിടെ ഓരോ ബോർഡ് മാത്രമേ ഉള്ളൂ. മുന്നേ ഞങ്ങൾ ചെറുതായിരുന്ന സമയത്തൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഓരോ വളവിലും കറക്റ്റ് ബോർഡൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബോർഡൊന്നും കാണാനൊന്നുമില്ല. ഫുഡൊക്കെ റെഡിയാക്കി ഒരു ദിവസം രാവിലെ തന്നെ ഇറങ്ങിയാലേ നമുക്ക് കല്ലാറ് മീൻമുട്ടിയിൽ ഇറങ്ങി ഒരു 2-2.5 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഒരു 3 മണി ആയപ്പോൾ ഞങ്ങൾ പൊന്മുടിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും പോയി ഒരു 1.5 മണിക്കൂർ കൂടെ സ്പെൻഡ് ചെയ്താൽ അടിപൊളിയായിട്ട് നമുക്ക് 5:00 മുന്നേ ഹെയർ പിൻ വളവൊക്കെ ഇറങ്ങി താഴെ എത്താം.